സിറോ മലബാർ സഭയിൽ വിവിധ രൂപതകൾ മാറ്റത്തിന്റെ വളർച്ചയുടെ പാതയിലാണോ അതോ നാശത്തിന്റെ വക്കിലേക്കുള്ള യാത്രയിലാണോ എന്ന് പുതുവർഷത്തിൽ അറിയാം. മെത്രാന്മാരെ തട്ടി നടക്കാൻ മേല എന്ന് പറഞ്ഞിരുന്ന വിശ്വാസികൾക്ക് മുന്നിലേക്ക് ഇതാ ഒരു ലോഡ് മെത്രാന്മാരെ കൊണ്ടിറക്കുകയാണ് സിനഡ്. ആനന്ദപ്പിൻ വിശ്വാസികളെ, ഇനി നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഡബിൾ സുരക്ഷിത, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താണ്? തൃശൂർ, ചങ്ങനാശ്ശേരി, തലശ്ശേരി, എറണാകുളം, പാലാ രൂപതകൾ വിഭജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത നല്ലതിനാണോ മറിച്ചാണോ എന്ന് വിശ്വാസികൾ തന്നെ നേരിട്ട് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. സഭയിൽ മെത്രാന്മാർ കിടന്ന് പെരുകുകയാണോ? അവരിൽ അഭിവന്ധ്യ വന്ധ്യ വയോധികരെ സന്യാസ ആശ്രമത്തിലേക്ക് പലരെയും കുടികിടപ്പ് മാറ്റാനായിട്ട് സമയമായി. എന്നിട്ട് എന്തേ ചെയ്യാത്തത്? പകരം ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ വെച്ച് മെത്രാന്മാരുടെ എണ്ണം വീണ്ടും കൂട്ടുകയാണ്. തൃശൂർ, ചങ്ങനാശ്ശേരി, തലശ്ശേരി, എറണാകുളം, പാല എന്നിങ്ങനെ ഓരോ രൂപതയിലും 3 വീതം മെത്രാന്മാരെ നിയമിക്കാൻ അടുത്ത ഇപ്പോഴത്തെ തീരുമാനം. മെത്രാന്മാരുടെ വിരമിക്കൽ പ്രായം 80 വയസ്സ് വരെ നിജപ്പെടുത്തും. നിലവിൽ സിനഡിലെ മെത്രാന്മാരുടെ ശരാശരി പ്രായം 62 ഇപ്പോൾ. ഇനി അത് 70 കടക്കും, 75 ആകും. ഒരു അസിസ്റ്റന്റ് മേജർ ആർച്ച് ബിഷപ്പിനെയും ഇതാ നിയമിക്കാൻ പോവുകയാണ്. മെത്രാന്മാരുടെ എണ്ണത്തിൽ വരുന്ന കുറവ് വിശ്വാസികളുടെ ആധ്യാത്മിക ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നു എന്നൊരു കണ്ടെത്തലാണ് ഈ രൂപതകളുടെയും മെത്രാന്മാരുടെയും എണ്ണം കൂട്ടുവാനുള്ള കാരണം. ഇതിൽ നല്ലൊരു കാര്യമുണ്ട്, അത് നടപ്പായാൽ നന്ന്. വിശ്വാസികൾക്ക്, അഴിമതിക്കാർക്കും, അധികാരമോഹികൾക്കും, വെട്ടിപ്പിടുത്തക്കാർക്കും പക്ഷേ അതത്ര നല്ല വാർത്തയില്ല. എറണാകുളത്തെ പോലെ സമവായ കുർബന മറ്റു രൂപതകളിൽ നടപ്പാക്കും. തെക്ക് ചങ്ങനാശ്ശേരി രൂപതകളിൽ കാര്യമായ എതിർപ്പൊന്നും ഉണ്ടാകില്ല, കാരണം അവർ സമവായത്തിന് പണ്ടേ അനുകൂലമാണ്. എന്നാലും ഈ തീരുമാനം കൊണ്ട് നടക്കുന്ന ഭവിഷ്യത്ത് ഇതൊക്കെയാണ്. വിമതർ പന പോലെ മറ്റു രൂപതകളിൽ വളരും, അവർ മാറാല പോലെ പടരും, ആൽമരം പോലെ സഭകൾക്ക് മേൽ പടർന്ന് പന്തലിക്കാൻ ശ്രമിക്കും. ജനുവരിയിൽ സിനഡിൽ 15ഓളം പുതിയ മെത്രാന്മാർ നിയമിതരാകുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. ഇനി ഇതിനൊക്കെ പിന്നിൽ മറ്റൊരു സുപ്രധാന കാരണം കൂടിയുണ്ട്. മേജർ ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ പ്രത്യേക താല്പര്യമാണ് ഇതിന് പിന്നിൽ. തട്ടിൽ പിതാവ് രാജിവെക്കാമെന്ന മുറവിളി ഇപ്പോൾ പല വിശ്വാസികളും പല ഇടവകളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. തനിക്ക് അടുത്തിടെ വിശ്വാസികളുടെ പിന്തുണ കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയ തട്ടിൽ പിതാവ് അങ്ങനെ മെത്രാന്മാരുടെ എണ്ണം കൂട്ടി സിനഡിൽ തന്റെ പിന്തുണ ഉറപ്പിക്കുകയാണ്. അങ്ങനെ തട്ടിൽ പിതാവിന്റെ ആയുരാരോഗ്യ ക്ഷേമസൗഖ്യ അന്നപരിപാലനത്തിനായി ഇതാ മെത്രാന്മാർ ഒന്നല്ല 100 വന്നേക്കും. രൂപതകളിൽ വിശ്വാസികളെ നിങ്ങൾ 5 പേർക്ക് ഒരു മെത്രാൻ ഉണ്ടായാൽ പോലും അത്ഭുതം കൂറേണ്ട കാര്യമില്ല. വിമതർ തങ്ങളുടെ ആ ഒരു വിമത സ്വഭാവം പൂർണ്ണമായും ഈ ഒരു വേളയിൽ ഉപേക്ഷിക്കുമോ? കാരണം അവർക്ക് മെത്രാന്മാരെ തട്ടി നടക്കാൻ പറ്റുന്ന അവസ്ഥയാകും. അത് കാത്തിരുന്ന് കാണണം. വിശ്വാസികളെക്കാൾ മെത്രാന്മാർ സഭയിൽ ഉദിച്ചുയരുന്നൊരു കാലം വരും. അതിനായി കാത്തിരിക്കാം എന്ന് നമുക്ക് പറയാവൂ. തട്ടിൽ പിതാവെ, അങ്ങയുടെ അഭിഷ്ടങ്ങൾ കൃത്യമായി നടക്കും. വിമതരുടെ കഴിയും കുറേയൊക്കെ മാറും. കാരണം വരുന്ന മെത്രാന്മാർക്ക് പ്രധാന പദവി നൽകിയില്ലെങ്കിൽ മറ്റൊരു ദൂഷ്യം കൂടിയുണ്ട്. അവരിലെ വിമത സാത്താന്മാരുമുണ്ട്. പിന്നെ വിമത കൂട്ടങ്ങൾക്ക് എല്ലാം എളുപ്പമാകും. അതിനൊക്കെ ഇടവരുത്താനാണോ ഈ തട്ടിൽ പിതാവിന്റെ ഈ മെത്രാൻ ഇരട്ടിപ്പെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം.